നേരം പുലർന്നു വരുന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ പുതിയൊരു ദിവസത്തിൻ്റെ പുതിയൊരു പ്രഭാതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. ഇന്ന് ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയായില്ലേ നമ്മൾ വീഡിയോയിലൂടെ കണ്ടിട്ട്. ഭയങ്കര മടിയായിരുന്നേ. 3-4 ദിവസത്തേക്ക് എനിക്ക് നല്ല തിരക്കായിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കാനും ഒന്നും സമയം കിട്ടിയില്ല. 1-2 ദിവസം ഗ്യാപ്പ് വന്നു കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് എന്ത് പരിപാടിയാണെങ്കിലും ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. ഞാനിവിടെ എപ്പോഴും പറയുന്ന കാര്യമാണ്, എക്സസൈസ് ചെയ്യാനായിട്ടാണ് മെയിനായിട്ടും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടുവന്നിരുന്നത്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി അതിന് മാത്രമല്ല എല്ലാത്തിനും ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ചെറിയൊരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഭയങ്കര മടിയാണ്. നാളെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. കുഞ്ഞി രാവിലെ സ്കൂളിൽ പോയി. പീക്കോനെ സ്കൂളിലേക്ക് ഇന്ന് വിടുന്നില്ല, കാരണം അവൾക്ക് ചെറിയൊരു പനിയുണ്ട്. കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ അവർ മാളും പോയി കേട്ടോ. മാളൂനും ഇന്ന് എക്സാമാണ്, അവൾക്ക് മാത്സ് ആണ് എക്സാം. അപ്പോൾ അതുകൊണ്ട് അവളും പോയിട്ടുണ്ട്, കുഞ്ഞിയും പോയിട്ടുണ്ട്. പീക്കുവിന് കഴിഞ്ഞ ദിവസം സ്കൂളിൽ നിന്ന് ടൂർ പോയിട്ടുണ്ടായിരുന്നു. ചിറ്റിലപ്പള്ളി സ്ക്വയറിലേക്കാണ് ടൂർ പോയത് കേട്ടോ. അപ്പം ചെറിയൊരു ജലദോഷം അവൾക്ക് എവിടെ നിന്നാണ് വന്നതെന്ന് എനിക്കറിയില്ല. പെട്ടെന്നൊരു ജലദോഷം ഉണ്ടായിരുന്നു അന്ന് രാവിലെ. അപ്പോൾ അതിൻ്റെ കൂടെ വെള്ളത്തിലൊക്കെ ചാടിയിട്ട് വന്നപ്പോഴത്തേക്കും ഒരു ബോഡി പെയിനും ഒക്കെ ആയിട്ട് ചെറുതായിട്ട് പനി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും റെസ്റ്റ് എടുക്കട്ടെ, നാളത്തേക്ക് കറക്റ്റ് ആയിക്കോളൂല്ലോ എന്ന്. പക്ഷേ അവളെ സംബന്ധിച്ചുണ്ടല്ലോ ഈ വീട്ടിലിരിക്കുന്നത് ഭയങ്കര ബോറിംഗ് ആണ് കേട്ടോ. ഏകദേശം ഉച്ചയാവുന്നിടം വരെയൊക്കെ വലിയ കുഴപ്പമില്ലാതിരിക്കും. അത് കഴിയുമ്പോഴത്തേക്കും വരും പയ്യെ ചിണങ്ങിക്കൊണ്ട് ബോറടിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പം അവധി കിട്ടുന്ന ദിവസങ്ങളിൽ, ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ പുറത്തേക്ക് കളിക്കാൻ പോകാനായിട്ടാണെങ്കിലും ഒരിടത്തും കുട്ടികളും കാര്യങ്ങളും ഒന്നുമില്ല. മാത്രമല്ല പനി ആയതുകൊണ്ട് പുറത്തേക്ക് ഞാൻ അങ്ങനെ ഇറങ്ങണ്ടെന്നും പറഞ്ഞു കേട്ടോ. അപ്പോൾ അവളകത്തേക്ക് കയറിപ്പോയി ടി വി കാണാമെന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. ഞാനാണെങ്കിൽ ഇവരെ വിട്ടിട്ട് വന്നിട്ട് ഒന്ന് അടിച്ചു വരാമെന്ന് എഴുതിക്കൊണ്ട് ചൂലൊക്കെ എടുത്ത് പുറത്തിറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതീ അടിച്ചു വാരിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ ചെറിയൊരു ന്യൂസ് കേട്ടു. മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടിലേക്ക് പോയി. പെട്ടെന്ന് കേട്ടപ്പോൾ ഒരു ഞെട്ടൽ ഫീൽ ചെയ്തു. നമ്മുടെ ഇവിടെ താഴെ റെൻറ്റിന് താമസിക്കുന്നവരുണ്ട്. അപ്പോൾ അതിനകത്തൊരു മോള് 10th പഠിക്കുന്നതാണ്. മോള് ഞരമ്പ് മുറിച്ചിട്ട് വെയിൻ കട്ട് ചെയ്തു രാവിലെ. അത് ശരിക്കും എനിക്ക് ഷോക്കായിപ്പോയി. കാരണം എനിക്ക് അവരെ അങ്ങനെ വലിയ പരിചയമൊന്നുമില്ല. 2 മാസം അങ്ങോട്ടായിട്ടുള്ളൂ തോന്നുന്നു താമസിക്കാൻ വന്നിട്ട്. നമ്മുടെ ഫ്രണ്ടിലൂടെയാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും വരികയും ഒക്കെ ചെയ്യുന്നത്. വളരെ സൈലൻ്റായിട്ടൊരു കുഞ്ഞ്. അതിനെന്ത് പറ്റിയെന്നായിപ്പോയി പെട്ടെന്ന് ഇത് കേട്ടപ്പോൾ. വണ്ടി നല്ല സ്പീഡിൽ പോകുന്നുണ്ടു. എന്താ സംഭവം എന്നൊന്നും അറിഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത്. ഓരോരോ വീടുകളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ ഒന്നും മനസ്സിലാവത്തില്ല. പക്ഷെ അത് അപ്രതീക്ഷിതമായ കാര്യങ്ങൾ നടന്നു കഴിയുമ്പോഴേ നമ്മൾ അതിനെക്കുറിച്ച് പിന്നെ ചിന്തിക്കുകയുള്ളൂ. എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മളൊരു കുടുംബമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിയും വഴക്കും പ്രശ്നങ്ങളും ഒന്നും പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ചൊന്നും പാടില്ല. അവരത് മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കും. ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കുണ്ടല്ലോ ശരിക്കും എല്ലാവരും ഹൊയ്യോ ഉപദേശിക്കാൻ നല്ല വശമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. പക്ഷേ ഓരോരോ വീടുകളിൽ ഓരോരോ സാഹചര്യങ്ങളിൽ ഓരോന്നും നടന്ന് കാണുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്, അതിൻ്റെ ഒരു ഭീകരത മനസ്സിലാവുന്നത്. കുഞ്ഞ് മാനസികമായിട്ട് കുറച്ച് തളർന്നൊരവസ്ഥയിലാണ്. അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് അവരുടെ ഫാമിലി സെപ്പറേറ്റഡാണ്. ഹസ്ബൻഡും വൈഫും 2 ഇടത്താണ് ഇപ്പോൾ താമസിക്കുന്നത്. ലീഗലി അവർ ഡൈവോഴ്സ് അല്ലാന്നുണ്ടെങ്കിലും അവരുടെ ഇതുണ്ടല്ലോ സഭ ജാതി, അതിനകത്തുനിന്ന് അവർ ഡൈവോഴ്സ് എഴുതി വാങ്ങിച്ചു. ലീഗലി ആവുന്നതേ ഉള്ളൂ. 2 വീട്ടിലൊക്കെ ആയിട്ടാണ് കഴിയുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ കുഞ്ഞിൻ്റെ കൂടെ ചേച്ചിയും അമ്മമ്മയും ഈ കുഞ്ഞും അമ്മയുമാണ് താമസം. ഇവർ 4 പേരാണ് ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ചേച്ചിക്ക് ചെറിയൊരു ജോലിയുണ്ട്, അതായത് ഈ കുഞ്ഞിൻ്റെ ചേച്ചിക്ക്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴും ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നതാണ്. 10th പഠിക്കുന്നതിന് സ്കൂളിൽ എന്തെങ്കിലും ഇഷ്യൂസ് ആവാൻ വഴിയില്ല, കാരണം എക്സാമൊക്കെ കഴിഞ്ഞോളൂ. ഇന്നലെ ആണെങ്കിലും ഞാൻ അവരുടെ ഫ്രണ്ട്സൊക്കെ വന്ന് പോകുന്നതൊക്കെ കണ്ടതാണ്. ഇവരെ സംബന്ധിച്ച്, കുഞ്ഞിനെ സംബന്ധിച്ച് അങ്ങനെ എപ്പോഴും സ്കൂളിൽ പോവാറുണ്ടായിരുന്നില്ല. എനിക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു തോന്നുന്നു, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം അത് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊന്നും സ്കൂളിൽ പോകുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. എപ്പോഴും പാരൻസിൻ്റെ കൂടെ, അമ്മമ്മയുടെ കൂടെയോ അല്ലെങ്കിൽ അമ്മയുടെ കൂടെയോ ആരുടെയെങ്കിലും കൂടെയാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്, നടക്കുന്നതും കാര്യങ്ങളുമെല്ലാം. പെട്ടെന്നത് കേട്ടപ്പോഴത്തേക്കും ആകെ ഒരു ടെൻഷനായിപ്പോയി. നമ്മളൊരിക്കലും ചിന്തിക്കില്ല, നമ്മുടെ പ്രശ്നങ്ങൾ രൂക്ഷമായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ അതേ പിടിച്ചങ്ങോട്ട് ഒരു വീട്ടിലിരുന്നു കൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ ഇടയിലാണ് നിൽക്കുന്നതെന്നുള്ളൊരു ചിന്തയോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ പഠിത്തത്തെ ബാധിക്കും, മാനസിക നില തകരാറിലാവും.
നമ്മൾ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിൽ മാത്രമേ അതേക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. നമുക്ക് അനുഭവം വന്നു കഴിയുമ്പോൾ മാത്രമേ അതിനെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. ഒരിക്കലും കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ച് തല്ലുകൂടാനോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുപിടിക്കാനോ ഒന്നും നിൽക്കരുത്. അവരുടെ മുന്നിൽ നമ്മൾ ഹാപ്പി ആയിട്ട് തന്നെ നിൽക്കുക. അവർക്ക് ആ ഒരു പഠിക്കാനുള്ള ഒരു ഇതിലേക്ക് മാത്രം അവരുടെ ശ്രദ്ധ തിരിച്ചുവിടാനായിട്ട് ശ്രദ്ധിക്കുക. കാരണവന്മാർ ഇങ്ങനെ അടിയും കൂടി ബഹളമായിട്ട് നടക്കുന്ന കുഞ്ഞുങ്ങൾ അവരവരുടെ മാനസിക നില വളരെ തകരാറിലായിരിക്കും. പഠിക്കാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് പോലും അവർ കാണിക്കില്ല. അവർ സ്കൂളിലാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. ചിലരുടെ നില ഈ പറഞ്ഞതുപോലെ അവിടെ ഇന്നും നിൽക്കത്തില്ല, കൈവിട്ടു പോകും, ആ ഒരു സ്റ്റേജിലേക്ക് എത്തും. ഇതെല്ലാം കഴിഞ്ഞ് നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും അത് പറഞ്ഞ് പരിഹരിക്കുക. അതിനൊരിക്കലും വീടിൻ്റെ ഉള്ളിൽ അതിനൊരു സ്ഥാനം കൊടുക്കരുത്. കുഞ്ഞുങ്ങളുടെ മുന്നിൽ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാനും ഒന്നും പാടില്ല, അല്ലേ? ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇപ്പം ഇങ്ങനൊരു അനുഭവം നമ്മുടെ കൺമുന്നിൽ വന്നപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് പറയാമെന്ന് ചിന്തിച്ചാൽ നമ്മൾ കാഷ്വലി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കുകയോ ഒന്നുമില്ല. പക്ഷേ എന്നുണ്ടെങ്കിൽ ഇത് കണ്ടപ്പോൾ എനിക്കത് പറയാതിരിക്കാനും തോന്നിയില്ല. അപ്പോൾ ഇതാ ഞാനിത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മഴ പെയ്യുന്നുണ്ട്. ഇത് എന്താ സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല. ഓരോരോ രീതിയിലാണല്ലേ കാലാവസ്ഥയുടെ മാറ്റങ്ങളെ. പെട്ടെന്ന് മഴ, എന്താണ് ഈ സമയത്ത് ഇങ്ങനെ മഴ, ഒരു ഐഡിയ ഇല്ല. വലിയ തുള്ളികളൊക്കെ ആലിപ്പഴം വീഴുന്ന പോണക്കാ മഴ വീഴുന്നത്. ഇത് എവിടെ നിന്ന് വന്നോ എന്തോ. ഞാൻ ആദ്യം വിചാരിച്ചു മോട്ടർ അടിച്ച് നിറഞ്ഞിട്ട് ടാങ്കിൽ നിന്ന് വെള്ളം പോകുന്നതായിരിക്കും എന്നാ വിചാരിച്ചു കേട്ടോ. പക്ഷേ ഇത് മഴയാണ്. വെയിലൊന്നുമില്ല, നല്ല മഴ. നല്ല മഴ എന്ന് പറയാൻ പറ്റത്തില്ല, വലിയ വലിയ തുള്ളികളൊക്കെ ആയിട്ട് മഴ. ഞാനിന്ന് മൊത്തം ക്ലീനിങ്ങിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. 2-3 ദിവസമായി ഫാനൊന്ന് ക്ലീൻ ചെയ്യണം എന്നൊക്കെ വിചാരിക്കണു. അപ്പം വിചാരം മാത്രമേ ഉണ്ടാവുള്ളൂ. അവസാനം ആ ഒരു സമയമാകുമ്പോഴത്തേക്കും വേറെ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് തിരിഞ്ഞ് ഈ പണിയോടെ പെൻഡിങ്ങിൽ കിടക്കും. ഒന്നാമത് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് എന്നാന്ന് വെച്ചാൽ ഈ റൂമിൽ 2 ബെഡ് കൂട്ടിയിട്ടേക്കാണേ. അപ്പോൾ അത് കാരണം അത് വലിച്ചു മാറ്റാതെ ഒരു കാരണവശാലും എനിക്ക് ഈ ഫാൻ ക്ലീൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊരു വലിയൊരു തടസ്സമായിട്ട് എൻ്റെ മുന്നിൽ എപ്പോഴും നിൽക്കും. അതുകൊണ്ട് നാളെ ആവട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ നീണ്ടു പോകുന്നു. പക്ഷേ ഇപ്പോഴും നോക്കി കഴിഞ്ഞപ്പോൾ ഫാനിൻ്റെ സ്പീഡ് തീരെ കുറവാണ്. തീരെ ഈ വോൾട്ടേജ് ഇല്ലാത്ത സമയത്തൊക്കെ കിടന്ന് കറങ്ങില്ലേ, ആ ഒരു സ്റ്റേജിലെത്തി. അപ്പോൾ ഇനിയും നമ്മളത് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഫാൻ ഇടുന്നത് കൊണ്ടുള്ള പ്രയോജനം കിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ പയ്യെ ഞാൻ എന്നാൽ പിന്നെ ചെയ്തേക്കാം എന്ന് വിചാരിച്ചു. വെള്ള ബെഡ്ഷീറ്റ് വിരിച്ചിരുന്നതായതുകൊണ്ട് ഇതിനകത്ത് നിറച്ച് പൊടിയുണ്ടല്ലോ ഫാനിനകത്തൊക്കെ. അപ്പോൾ അത് താഴേക്ക് വീണ് ഇനി അത് ഒന്നുകൂടെ കഴുകാൻ വയ്യാന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ വേറൊരു ബെഡ്ഷീറ്റ് എടുത്താകുമ്പോൾ പെട്ടെന്ന് അലക്കിയെടുക്കാം, പെട്ടെന്ന് ഉണങ്ങാം ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ മുകളിലേക്കൊന്ന് വിരിച്ചിട്ടു. ഇനി നമുക്ക് പതിയെ ലാഡർ വെച്ചിട്ട് ഇത് എങ്ങനെയാണിത് ഞാൻ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. നേരത്തെയൊക്കെ ഞാൻ കോലൊക്കെ ഇതാക്കിയിട്ട്, അതായത് നമ്മൾ ഡസ്റ്റ് പൊടി തുടയ്ക്കുന്ന കോലൊക്കെ വെച്ചിട്ടൊക്കെയായിരുന്നു തുടച്ചുകൊണ്ടിരുന്നത്. പിന്നെ അത് നനച്ച് തുടയ്ക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ തോന്നി. ഇതിപ്പോൾ ഇതിൻ്റെ മേലെ കയറി നിന്നിട്ടാണെങ്കിൽ മുകളിൽ കയറി ഓരോ പ്രാവശ്യം തുടച്ചിറക്കാൻ അതൊരു ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് തോന്നി. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് പണ്ടെങ്ങാണ്ടൊരു വീഡിയോയിൽ ഇതുപോലെ ഞാൻ ടിപ്സിനകത്ത് കണ്ടതാണ് കേട്ടോ, നമ്മുടെ പില്ലോ കവർ വെച്ചിട്ട് ഫാൻ ക്ലീൻ ചെയ്യുന്നത്. അത് ഞാനിതിന് മുന്നേ പണ്ടൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അതായത് ഈ നമ്മൾ ഉപയോഗിക്കാതെ കിടക്കുന്ന പില്ലോ കവറൊക്കെ ഉണ്ടല്ലോ, അത് കളയരുത്, അത് ഇതുപോലെ എടുത്ത് വയ്ക്കുക. എന്നിട്ട് അത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ വായ്ഭാഗത്ത് ശരിക്കും ഇതിൻ്റെ ലീഫ് നമ്മൾ കയറ്റുക. എന്നിട്ട് ആ പൊടി തൂത്ത് ആ ഒരു ഇതിനകത്തേക്ക് പില്ലോ കവറിനുള്ളിലേക്ക് ചാടിക്കുക. അപ്പോൾ അത് 3 ലീഫുള്ള ഫാനാണിത്. മൂന്നിൽ നിന്നും ഒരുമിച്ച് നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് എടുത്തതിന് ശേഷം അപ്പോൾ നമുക്ക് 2 പ്രാവശ്യം കയറി ഇറങ്ങിയാൽ മതി. അപ്പോൾ തന്നെ ഫാനൊന്ന് ക്ലീനായി. മൊത്തം അത് പെട്ടെന്ന് തന്നെ ക്ലീൻ ആയിക്കോളും. നേരത്തേക്ക് ഒരു പൊടി പോലും അങ്ങനെ വീഴില്ല. അപ്പോൾ അതങ്ങനെ ക്ലീനായി കിട്ടും. അതിന് ശേഷം നമ്മൾ വെള്ളം മുക്കി തുടച്ച് എടുക്കാനാണ് പ്ലാൻ. അപ്പം എന്തായാലും ഞാൻ ആ ഒരു കഠിന പ്രയത്നത്തിലാണ് ഇന്ന് എല്ലാ ഫാനുകളും ഒന്ന് ക്ലീൻ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു അജണ്ട എന്ന് വേണമെങ്കിൽ പറയാം. നടക്കുമെന്നൊന്നും അറിയത്തില്ല. അതിനിടയ്ക്ക് ആരെങ്കിലും വന്നു വിടും. മിക്കവാറും ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും ആരെങ്കിലുമൊക്കെ അതിൻ്റെ ഇടയ്ക്ക് വന്നു വിടുവേ. നിങ്ങളിങ്ങനെ പില്ലോ കവർ വെച്ചിട്ട് ചെയ്യാറുണ്ടോ? എളുപ്പമാണ്. നമുക്ക് താഴേക്ക് അങ്ങനെ പൊടി വീടില്ല, പൊടി പറക്കുകയില്ല, നമുക്ക് തുമ്മൽ പ്രശ്നങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ആ പൊടി ഫുള്ള് ആ ഒരു കവറിനകത്ത് കിടക്കുന്ന പോലെ അങ്ങനെ അങ്ങോട്ട് ആ ഒരു അതായത് പില്ലോടെ കവറിനകത്തേക്ക് ആ പൊടി മുഴുവൻ അങ്ങ് ചാടിക്കോളും. പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് നനച്ച് തുടച്ചാൽ മാത്രം മതി കേട്ടോ. ലീഫൊക്കെ തുടച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ കിടന്നിരുന്നൊരു ചെറിയൊരു ടോപ്പ്, പിള്ളേരുടെ ടോപ്പാണ് കേട്ടോ, ബനിയൻ്റെ അല്ല, കോട്ടണാണ്. നല്ല സുഖമാണ്, നമുക്ക് പെട്ടെന്ന് തുടച്ചെടുക്കാനൊക്കെ ആയിട്ട് സുഖമാണ്. അപ്പോൾ അതെടുത്തുകൊണ്ട് വന്നിട്ട് നനച്ചിട്ട് ഞാൻ എല്ലാ ലീഫുകളും തുടച്ചെടുത്ത്, അപ്പോൾ നമുക്ക് ഓവറായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരണില്ല അത് ക്ലീൻ ചെയ്യാനായിട്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം.
പിന്നെ ജസ്റ്റ് ആ ഒരു പ്രാവശ്യം മുക്കിക്കൊണ്ട് വന്നാൽ മുക്കി കഴുകിക്കൊണ്ട് വരുമ്പോൾ തന്നെ അതിൻ്റെ എല്ലാ ലീഫും നമുക്ക് തുടച്ചെടുക്കാനായിട്ട് സാധിക്കും. അല്ലാതെ നമ്മൾ സാധാരണ അങ്ങനെ തന്നെ കയറി തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ പ്രാവശ്യം കയറി ഇറങ്ങുന്ന സമയം കുറേ നഷ്ടമാവും. അതുപോലെ നിലത്തേക്ക് വീഴുന്ന പൊടികൾ ബെഡിലൊക്കെ വീണ് അങ്ങനെ പ്രശ്നങ്ങളാവും. മൊത്തം ഇങ്ങനെ ചെതറും, ഒരുപാട് പ്രശ്നങ്ങൾ. പിന്നെ നമ്മൾ നിലം ക്ലീൻ ചെയ്യാൻ പോകണം മര്യാദയ്ക്ക്, ഒക്കെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇത് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഈ ഡസ്റ്റ് മുഴുവൻ ഇതിനകത്തേക്ക് കിടന്നോളും. അത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് എടുത്ത് ഇതുപോലെ ഫാനുകൾ ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം മുക്കിപ്പോലും തുടയ്ക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നന്നായിട്ട് ക്ലീനായിട്ട് പോരും. എന്നെ സംബന്ധിച്ച് ഈ ഒരു ബെഡ് കിടക്കുന്നതാണൊരു വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയത് കേട്ടോ. എന്തായാലും ഞാനത് പെട്ടെന്ന് തന്നെ ക്ലീനൊക്കെ ചെയ്തെടുത്തു. പിന്നെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, നമുക്ക് അവിടെ നിന്ന് ക്ലീൻ ചെയ്തെടുക്കണം, അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഞാൻ പെട്ടെന്ന് ലാഡർ അവിടെ നിന്ന് മാറ്റി, പിന്നെ വിരിച്ചിരുന്ന ഷീറ്റും മാറ്റി, റൂം പെട്ടെന്ന് തന്നെ ക്ലീനായി. ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതിയാവും, വേറെ ഒരു കുഴപ്പമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഫാൻ യൂസ് ചെയ്യുകയും ചെയ്യാം, അങ്ങനെ പൊടി പറക്കുകയോ കാര്യങ്ങളോ ഒന്നുമില്ല. ബെഡ്ഷീറ്റ് ഇട്ടിരുന്നത് മാത്രം അത് ഒന്നും കൂടി എടുത്ത് മാറ്റിക്കളഞ്ഞു, ബാക്കിയുള്ളത് അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. അവിടെ സ്റ്റാൻഡിലിരുന്ന തുണികളിലേക്കോ ഒന്നും ഒരു ഡസ്റ്റ് പോലും വീണിട്ടില്ല. അപ്പോൾ ഇത് വളരെ സേഫായിട്ടുള്ളൊരു സംഭവമാണ് ഈ ഫാൻ ക്ലീൻ ചെയ്യുന്നതിന്. നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കുക. എല്ലാവരുടെയും വീട്ടിൽ ഉള്ള സംഭവം തന്നെയാണല്ലോ ഈ പില്ലോ കവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് ഞാൻ ബെഡൊക്കെ ഇതുപോലെ തന്നെ കൂട്ടിയിട്ട് റെഡിയാക്കി പോവുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ട് മറന്നു പോകണ്ട. നമ്മൾ കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ച് വഴക്കും കാര്യങ്ങളും ഒക്കെ നടത്താതെ ഒന്ന് മൈൻഡൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് പിടിക്കുക. അതിപ്പം പാരൻസിൻ്റെ അടുത്താണെങ്കിലും അല്ലെങ്കിൽ പാർട്ട്ണറുടെ അടുത്താണെങ്കിലും ആരുടെ അടുത്താണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ നമുക്ക് ഒന്ന് നോക്കാം, നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് നോക്കാം. പ്രശ്നങ്ങൾ ഓരോന്ന് വന്നതിന് ശേഷം പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു. കുഞ്ഞിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരാതിരിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ.